Sudha Tekkemadam, a prominent Malayalam writer and a teacher from Kerala, celebrated for her short stories rooted in Malabar's cultural ethos. She balances her role as a teacher at Government Janda High Secondary School Naduvattam, Patambi, with her literary pursuits. Her writings vividly captures Kerala's social milieu, appealing to her readers through relatable characters and subtle cultural insights. Her bilingual presence in platforms like Facebook enhances her reach among her audiences. 2025 കേരള സർക്കാരിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്, അധ്യാപക ലോകം അവാർഡ്, ചെറുകഥയ്ക്കുള്ള കമല സുരയ്യ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങളുടെ ജേതാവും കൂടിയാണ് സുധാ തെക്കേമഠം. DC-യുടെ പ്രണയ നോവൽ മത്സരത്തിൽ ഏറ്റവും മികച്ച 5 നോവലുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും ചേർന്ന് നടത്തിയ കഥാരചനാ മത്സരത്തിൽ സമ്മാന അർഹയായിട്ടുണ്ട്. കൂടാതെ നിരവധി മത്സരങ്ങളിൽ പുരസ്കാരം നേടി. ധാരാളം ചെറു സിനിമകൾക്ക് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. മികച്ച സംവിധാനത്തിനുള്ള തിലക്കൻ അവാർഡ് നേടിയ മൊഹബുത്തി, എക്സൈസ് വകുപ്പിന്റെ വിമുക്തി അവാർഡ് നേടിയ ലുഡോ മിഠായി തുടങ്ങിയവ. സ്ക്രട്ടിയുടെ ഉല്ലാസപ്പറവുകൾ പ്രൊജക്ടിനു വേണ്ടി 25ഓളം ഷോർട്ട് ഫിലിമുകൾക്ക് സ്ക്രിപ്റ്റുകൾ എഴുതി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മാം, ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ. ഈ എഴുത്തും ഈ ടീച്ചിങ്ങും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എഴുത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ചെറുപ്പം തൊട്ട് ഇതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു എൻട്രി? ചെറുപ്പം തൊട്ട് എല്ലാവരും എഴുത്തുകാരാണല്ലോ. ഒരു ഹൈസ്കൂൾ ക്ലാസ് എത്തുന്നത് വരെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടല്ലോ. അതുപോലെ ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അന്ന് ആകാശവാണിയിൽ ഞങ്ങളെ കൊണ്ടുപോയി കഥയൊക്കെ പറയിച്ചിട്ടുണ്ട് അന്നത്തെ ടീച്ചർ. പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് കുറേ കാലം, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞാൻ എഴുത്തിനെ പൊടി തട്ടിയെടുക്കുന്നതും ഒക്കെ. അപ്പോഴേക്കും ഞാൻ ടീച്ചറായിട്ടുണ്ട്. അപ്പോൾ ടീച്ചറാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലേക്ക് കുറേ ജീവിതങ്ങൾ കടന്നു വരുന്നു എന്നും കൂടിയാണല്ലോ അർത്ഥം. അപ്പോൾ അവരെ ഓരോരുത്തരെയും നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ട് തന്നെ അവരുടെ സ്വഭാവത്തോട് കൂടിയിട്ട് തന്നെ അറിയുമ്പോൾ കുറേ കഥാപാത്രങ്ങളായിട്ടും കുറേ കഥകളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തും. കൂടാതെ ഞാൻ നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ലൈബ്രറികളിലൊക്കെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് വായന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായന എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് കഥകളെയും കഥാപാത്രങ്ങളെയും ഒക്കെ കിട്ടും. നമ്മൾ അവരുടെയൊക്കെ കൂടെ സഞ്ചാരം തുടങ്ങുമ്പോൾ നമ്മുടെ ലോകം തന്നെ വ്യത്യസ്തമായിട്ട് മാറും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാതെ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് എഴുതാനൊക്കെ തുടങ്ങിയത്. എന്തെങ്കിലും റിയൽ സ്റ്റോറി ഇൻസിഡൻസോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കി എഴുതിയിട്ടുള്ള രചനകളുണ്ടോ? അത് എല്ലാവരും എഴുതുമ്പോഴും ആദ്യം നമ്മളുടെ കുറച്ച് അംശം അതിലുണ്ടാവും, എന്തെഴുതാണെങ്കിലും. പക്ഷെ അതൊരിക്കലും ഒരു ഡയറി എഴുതുന്നത് പോലെ ആവില്ല. നമ്മളൊരു കഥ എഴുതാണെങ്കിലും, ഞാൻ ലതാനിലയം ഒറ്റപ്പാലം പിയോ എന്ന് പറഞ്ഞൊരു കഥ, ഒരു കഥാസമാഹാരമായിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്നതെല്ലാം എനിക്ക് ഏറ്റവും പരിചയമുള്ള എൻ്റെ ഒറ്റപ്പാലും അവിടുത്തെ വഴികളും ഒക്കെ തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ എന്തെഴുതാണെങ്കിലും നമ്മളുടെ കുറേ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഓരോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കെതിരെയൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? അതെങ്ങനെയായാലും നമ്മുടെ എഴുത്തിൽ പ്രതിഫലിക്കാതിരിക്കില്ല. അത് നോവലാണെങ്കിലും ചെറുകഥയാണെങ്കിലും ഇനി അതല്ല ഈ സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകളാണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാത്തിനോടും പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ അത് നമ്മളിൽ തരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കുലുക്കിയിട്ടുണ്ടാവും. അതെന്തായാലും അതിൻ്റെ അനുരണനങ്ങൾ അതിലെന്തായാലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആത്മാംശത്തിൻ്റെ കുറച്ചെങ്കിലും ഇല്ലാതെ നമുക്ക് എഴുതാൻ കഴിയില്ല ഒന്നും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഒരു രചനയും അങ്ങനെ സാധ്യമാവില്ല. അത് കഥാപാത്രങ്ങളുടെ പേരൊക്കെ നമുക്ക് മാറ്റാം, എല്ലാം മാറ്റാം, പക്ഷെ എല്ലാത്തിനും ഒരു അളവുണ്ട്. അതിൽ നമ്മളുടെ സ്വാധീനം എന്തായാലും ഉണ്ടായിരിക്കും. ഒരുപാട് ഷോർട്ട് ഫിലിം ആയിട്ടും സ്റ്റോറീസ് ആയിട്ടും ഇതിന്റെ കഴിവുകളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നോവൽ എഴുതുന്ന പോലെ ആകൂല നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഫ്ലോക്ക് ആയാലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മിസ് എഴുതുമ്പോൾ മിസ് ഫേസ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ മിസ്സിന്റെ ആശയം പ്രസന്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അത് നോവൽ എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായൊരു ക്യാൻവാസാണ്. നമുക്കറിയാവുന്നതെല്ലാം കൊണ്ടുപോയിട്ട് ഒരു അതിനാവശ്യമുള്ള അളവിൽ നമുക്ക് ചേർക്കാൻ പറ്റും. എന്നാൽ ചെറുകഥ എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ അളവിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു എന്താ പറയുക, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്
അത് ആ ഒരു അളവിൽ മാത്രമേ ചെറുകഥയൊക്കെ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മളിങ്ങനെ എഴുതി എഴുതി ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബോറടി ആയിട്ട് മാറും. അപ്പോൾ അതേപോലെയല്ല, പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിമും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ പോലെ, ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ചെറിയൊരു തോട്ടിനെയൊക്കെയാണ് നമ്മൾ ഷോർട്ട് ഫിലിം ആക്കുക. എന്നാൽ ഫിലിം അങ്ങനെ പോരാ, അതിൽ കുറേ സംഭവങ്ങൾ വേണം, പിന്നെ കുറേ കഥാപാത്രങ്ങൾ വേണം, കുറേ സ്ഥലങ്ങൾ വേണം, അല്ലേ, കുറേ കാലങ്ങൾ വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു നോവലായാലും സിനിമയൊക്കെ ആയാലും വരുള്ളൂ. എന്നാൽ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് നമ്മൾ ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ എതിരെയുള്ള അബ്യൂസിങ്ങോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ക്യാച്ചി ആയ രീതിയിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഫിലിം എടുക്കുകയാണ് ചെയ്യുക. എന്നാൽ നമ്മളതൊരു മുഴുവൻ സിനിമയാകുമ്പോൾ അതങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ അതിനൊരു സന്ദർഭമൊക്കെ ഉണ്ടാക്കി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ അതേ വ്യത്യാസം എഴുത്തിലും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കവിത എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിനെ വല്ലാതെ ഉലയുമ്പോഴാണ് നമ്മൾ കവിതയിലേക്കൊക്കെ തിരിയുക. അപ്പോൾ അതിനെയാണ് നമ്മളപ്പോൾ വരികളാക്കി മാറ്റുക. അപ്പോൾ ആ വരികൾ ഏറ്റവും ചുരുങ്ങിയതായിരിക്കും, ആറ്റിക്കുറുക്കിയ പോലെയൊക്കെ ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. എന്നാൽ കഥ എന്ന് പറയുന്ന രീതിയിൽ അതിന് ആൾക്കാർക്ക് മനസ്സിലാവണം, ആൾക്കാരനെ അത് പിടിച്ച് ഇരുത്താൻ കഴിയണം. തുടക്കം മുതൽ ഒരു ഒഴുക്കുണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുക, ഏത് സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് സംഭവത്തെക്കുറിച്ചാണോ എഴുതുന്നത് അതിനെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കഥയാണെങ്കിലൊക്കെ വരാം. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തിനെയാണോ അല്ലെങ്കിൽ എന്തിലേക്കാണോ തുടങ്ങുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിങ്ങനെ ഒരു ഉള്ളിലൊരു ബോധം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക തന്നെ വേണം. മിസ്റ്റർ റൈറ്റർ എന്ന രീതിയിൽ മിസ്റ്റർ കുറെ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. മിസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അവർക്കും വ്യത്യാസം ഉണ്ടാകാൻ നല്ല ചാൻസസ് ഉണ്ട്. കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ നമുക്ക് അത് എഴുത്താന്നില്ലല്ലോ, എല്ലാ കാര്യത്തിനും ഒരു രണ്ടഭിപ്രായം ഉണ്ടാകുന്ന കാലമാണ്. അല്ല, എന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് ഒരു പൂ ഭംഗിയുണ്ട് എന്ന് തോന്നുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. അവർ പറയും അതിന് മുള്ളുണ്ട്, അതത്ര രസമില്ല, അതിൻ്റെ ചെടി അങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങളെ പേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ രചന എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു. എഴുതി കഴിഞ്ഞാൽ ഈ എഴുത്തുകാരനും രചനയും തമ്മിൽ പിന്നെ ബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അത് വായനക്കാരുടേതാണ്. വായനക്കാരാണ് പിന്നീട് അത് വായിക്കുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതും. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ചിലപ്പോൾ വിവാദം പോലും ആയേക്കാം. അപ്പം നമ്മൾ അതിന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ കാശ് കൊടുത്തിട്ട് ഒരാളെ പുസ്തകം വാങ്ങി വായിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അറിയിക്കാനുള്ള മനസ്സും അവർക്കുണ്ടാവും. അപ്പം എല്ലാം നമ്മളും അങ്ങനെയാണ്. നമുക്ക് വായിച്ച് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ ഒരു കഥയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ആൾക്കാർക്ക് തീരെ പിടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അതിലുണ്ടായെങ്കിൽ അവരത് പറയും. അപ്പം നമ്മൾ അവരുടെ മനസ്സിനെ നമ്മൾ മാനിക്കണം. അവര് എന്താണോ ഉദ്ദേശിച്ചത് അത് മാനിക്കണം. അല്ലാതെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഒരു അഭിപ്രായം പറയുന്നത് അയാളുടെ അനുഭവങ്ങളുടെയും കൂടെ വെളിച്ചത്തിലായിരിക്കും, എന്തിനെ കുറിച്ചാണെങ്കിലും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളുടെ മതപരമായോ അല്ലെങ്കിൽ അയാളുടെ വേറെ എന്തെങ്കിലും പേഴ്സണലായ കാര്യങ്ങളൊന്നും ഹനിക്കുന്ന രീതിയിൽ ഒരിക്കലും എഴുതില്ല. ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എപ്പോഴും അത് ഫിക്ഷനുകളാണെങ്കിൽ അയാൾ എഴുതുന്നത് സാങ്കല്പിക കഥാപാത്രങ്ങളെ കുറിച്ചായിരിക്കും. അപ്പോൾ അത് വായിച്ചിട്ട് ആരും അങ്ങനെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാക്കാറില്ല. കാരണം വായിക്കുന്ന ഒരുവിധ ആൾക്കാർക്ക് അറിയാലോ. പിന്നെ ഇപ്പം മീശയൊക്കെ ഇറങ്ങിയ സമയത്താണ് നമുക്കറിയാം ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതും പക്ഷെ വേറെ കുറെ ഘടകങ്ങളുടെയൊക്കെ സ്വാധീനം മൂലമൊക്കെ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇതൊന്നും ഫിക്ഷൻ എഴുത്തിനെ വല്ലാതെ ബാധിക്കില്ല. നമ്മൾ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ലേഖനം എന്ന് പറഞ്ഞ വസ്തുതകൾ നിരത്തുന്നതാണ്, അപ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ ധാരാളം നമുക്ക് ലഭിക്കാറുണ്ട്. അതിനെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കാറുണ്ട്. കഥകളൊക്കെ വായിച്ചിട്ടാണ് ഒരുപാട് പേര് നമ്മളെ അറിയുന്നത്. നമുക്ക് വേണ്ട എന്താ പറയാ സ്നേഹം തരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ സ്വീകരിക്കാറുണ്ട്. പിന്നെ
എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. ആ ലോകത്തു നിന്ന് ഇറങ്ങി നമ്മുടെ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളും വായനക്കാരുടെ ഭാഗത്തു നിന്ന് വേണം അതിനെ കാണാൻ, നമ്മൾ എഴുതിയതാണെങ്കിലും. അപ്പൊ അതിൽ വല്ല തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് തന്നെയാണ് പുറത്തേക്ക് വിടാറുള്ളത്. ഒരു വുമൺ റൈറ്റർ എന്ന നിലയിൽ മിസ്സിന് റൈറ്റിംഗ് ഫീൽഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി അത് റൈറ്റിംഗ് ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അത് എന്താ പറയുക, സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ എന്താ പറയുക, ചെറിയ ഭാഗങ്ങൾ എഴുത്തിൻ്റെ മേഖലയിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ എഴുതുന്നത് നമ്മുടെ പേന കൊണ്ടാണ്, നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചിട്ടാണ്. അത് എഴുത്തിൽ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേറെ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും കടന്നു വരില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഈ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഈ സമയത്ത് അവാർഡുകളൊക്കെ കാശ് കൊടുത്താലൊക്കെ അവാർഡ് കിട്ടുന്ന, അതായത് നല്ല അവാർഡുകളല്ല, അങ്ങനെയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പേരിലൊക്കെ അവാർഡുകൾ ഇറങ്ങിയിട്ട് നമ്മൾ പൈസ വാങ്ങിയിട്ട് അവാർഡ് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ആ രീതിയിലേക്കുള്ള അങ്ങനത്തെ അതിൻ്റെ പിന്നാലെ ഒന്നും പോവാതിരുന്നാൽ, നമ്മൾ എഴുത്തിനെ വിശ്വസിക്കുക, വായനയെ വിശ്വസിക്കുക, പ്രവൃത്തിയിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വഴിയിൽ യാതൊരു പ്രശ്നങ്ങളും കടന്നു വരില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാൽ എഴുത്ത് മേഖലയിൽ പൊതുവെ അങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് ചില ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ നടക്കില്ലേ, പ്രധാനപ്പെട്ടതല്ല ഞാൻ പറയണം, അല്ലാത്ത ചില ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ സ്ത്രീകളെ തന്നെ പാടെ മാറ്റി നിർത്തുന്ന തരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലയിടത്ത് വേദികളിൽ അനുപാതം നോക്കുന്ന സമയത്ത് ആണുങ്ങളുടെ എണ്ണം ആയിരിക്കും കൂടുതൽ, അവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം തന്നെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളുടെ എഴുത്ത് എല്ലാത്തിനെയും മറികടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ രാജശ്രീയുടെ ആത്രേയകം, അതുപോലെ കല്യാണി ദാക്ഷായണി എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എവിടെയാണ് എഴുത്തെത്തി നിൽക്കുന്നത്, സ്ത്രീകളുടെ എഴുത്ത് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ എഴുത്ത് മേഖലയിൽ ആരെല്ലാം നമ്മളതിനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒതുങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് വായിക്കുകയും നന്നായിട്ട് ഗവേഷണം നടത്തുകയും നല്ല രീതിയിൽ തന്നെ എഴുതുകയും ചെയ്താൽ നമ്മളുടെ ഒരു പ്ലേസ് അവിടെ ഉണ്ടായിരിക്കും. അതിലേക്ക് ആരും കടന്നു വരില്ല, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നമ്മളെ ജീവിതവും അതുപോലെ തന്നെ ബന്ധങ്ങളും അവയിലെ സങ്കീർണതയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് മലബാർ കഫേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ആശയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാമിനെ പ്രേരിപ്പിക്കുന്നത് അതൊരു കഥയായിരുന്നു ഈ മലബാർ കഫേ. എൻ്റെ ഒരു ബന്ധു മരിച്ച സമയത്ത് പാലക്കാട് അടുത്തൊരു സ്ഥലത്ത് പോയി നിൽക്കേണ്ടി വന്നപ്പോൾ അവിടെ ഹോം നേഴ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോം നേഴ്സ് പാലക്കാടിൻ്റെ ആ ഒരു അറ്റത്ത് തന്നെയാണ് അവരുടെ വീട്. അവരുടെ കുറേ ജീവിതമൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഹോം നേഴ്സിൻ്റെയും അതുപോലെ ഈ വാളയാർ ഭാഗത്തുള്ള അവരുടെ ജീവിതമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നപ്പോഴാണ് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥയാണ് ആദ്യം എഴുതിയത്. അതിനെ പിന്നീട് വായിച്ചവരൊക്കെ ചന്ദ്രികയിലാണത് അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വായിച്ചവരൊക്കെ പറഞ്ഞു ഇതിനൊരു നോവലിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നോവലിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എനിക്കൊരു കഫേയിൽ വന്നു ചേരുന്നവരായിട്ട് ഇവരെയൊക്കെ ഉൾപ്പെടുത്തി അവരുടെയൊക്കെ ജീവിതങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നോവലായാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് മലബാർ കഫേയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അതിലുള്ളതെല്ലാം സാധാരണ മനുഷ്യരാണ്. അവരുടെ ബന്ധങ്ങളും അവരുടെ ജീവിതവും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മലബാർ കഫേയുടെ ഉള്ളടക്കം വരുന്നത്. ഇപ്പോൾ മാമ പറഞ്ഞ പോലെ മലബാർ കഫേ എന്ന് പറയുന്നത് വെറും ഒരു കഥയല്ലല്ലോ, മറിച്ച് ഓരോ ജീവിതങ്ങളുടെയും പ്രണയവും സൗഹൃദവും എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കൂടി കലർന്നിട്ടുള്ള ഒരു സമാഹാരം തന്നെയാണ് പറയുക. അപ്പൊ ഈ ഒരു രീതിയിൽ, ഈ ഒരു അവതരണ ശൈലിയിൽ, ഈ ഒരു രീതിയിൽ ഈ കഥ അവതരിപ്പിക്കാനുണ്ടായ പ്രചോദനവും ഇപ്പൊ നമ്മൾ കേട്ടറിഞ്ഞ എക്സ്പീരിയൻസുകൾ അത് തന്നെയല്ലേ? അതെ. നമ്മളിപ്പോ ഒരു നോവൽ ഇങ്ങനെ ഇവരെ ഓരോരുത്തരെയും ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ പിന്നെ അതിൽ ഏറ്റവും നല്ല എനിക്ക് ആ നിമിഷത്തിൽ സ്യൂട്ടായി തോന്നിയത് ഇവരെല്ലാം കൂടെ എത്തിച്ചേരാൻ സാധ്യതയുള്ളൊരു സ്ഥലം, ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ജനാധിപത്യ രീതിയൊക്കെ പാലിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ ആർക്കും ചെല്ലാം, എന്തഭിപ്രായം പറയാം, എന്തും പങ്കുവയ്ക്കാം ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ചായക്കട എന്ന് പറഞ്ഞാൽ.
അപ്പൊ ഈ ഒരു കഫേ എന്ന് പറഞ്ഞാൽ ചായക്കടയുടെ മോഡേൺ വെർഷൻ ആണല്ലോ കഫേകൾ. അപ്പൊ കഫേ എന്ന് പറഞ്ഞാൽ അവിടെ എഴുത്തും വായനയും കൂടെ പങ്കുവയ്ക്കപ്പെടുന്നു. പുസ്തകങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പങ്കുവയ്ക്കപ്പെടുന്ന നല്ലൊരു കഫേയാണത്. അപ്പൊ അവിടെ എത്തിച്ചേരുന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം. എന്നാൽ അവരുടെ ജീവിതങ്ങളും കൂടി അതില് പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അവര് ഓരോരുത്തരും തമ്മിൽ അതിൽ ഭാഗഭാക്കായി മാറുന്നുണ്ട്. അങ്ങനെ ആണ് കൊണ്ടുപോയത് മലബാർ കഫേനെ. അപ്പോൾ മേരി നന്ദ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ മരണവും പിന്നീട് അത് എഴുത്തുകാരനായിട്ടുള്ള മഹബൂദ് ഇബ്രാഹിമിലേക്ക് എത്തുകയും ഈ മഹബൂദ് ഇബ്രാഹിമിലേക്ക് ഓരോരുത്തരെ എത്തിക്കുന്ന ഒരു കണ്ണിയായിട്ട് ആ ഒരു കഫേയും അതുപോലെ അബ്ദു എന്ന് പറയുന്ന ഒരു പേഴ്സണും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോവലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു കഫേയും അബ്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ കഫേയെ തന്നെ ഒരു കേന്ദ്രമാക്കിയിട്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ മാമിന്റെ അനുഭവത്തിൽ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന സാഹിത്യ ചർച്ചകൾ എന്നല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ജാതി മതഭേദമല്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന മാമും പങ്കാളിയാവുന്ന തരത്തിലുള്ള കഫേകള് ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കോഴിക്കോടൊക്കെ അതുപോലെ മലപ്പുറത്ത് ഏതോ ഒരെണ്ണം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇതുപോലെ ചർച്ചകൾ വെക്കുകയും ലൈബ്രറി കഫേ ഉള്ളതൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരക്കിൽ നിന്നൊഴിഞ്ഞിട്ട് നമ്മളൊക്കെ മാളിലൊക്കെ പോയാൽ കാണാറുണ്ടല്ലോ, അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചിലവർ പുസ്തകമായിട്ട് വെറുതെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അത് ഈ കഫേയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങി വായിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനൊരു മനോഹാരിത അല്ലെങ്കിൽ അതിനൊരു ഫീല് കൂടുമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ സംഗീതമൊക്കെ പൊഴിക്കുന്ന ഒരു നല്ലൊരു സ്ഥലമായാൽ ആൾക്കാർക്ക് അവരുടെ മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറും. എന്നാൽ അത് ചർച്ചകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവിടെ ഉള്ളവർ തമ്മിലുള്ള ഇഴയടുപ്പം കൂടും, അവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കും, അവർക്ക് അവരുടെ പ്രശ്നങ്ങളും കൂടി തമ്മിൽ ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ പേഴ്സണൽ ലൈഫിലേക്ക് ഇടപെടാനും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനൊക്കെ തോന്നുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. മലബാർ കഫേയും അങ്ങനെ ആണ്. അതൊരു പ്ലേസ്, ആ ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരുന്ന കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളും അവ തമ്മിലുള്ള ക്ലാഷുകളും ഒക്കെയാണ്. അതിലേക്ക് ഒരു ഹോം നേഴ്സിന്റെ മരണം കൂടെ അവിടെ കിട്ടുമെന്ന് മാത്രം, ഒരു അന്വേഷണത്തിന്റെ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു മരണം കൂടി അങ്ങനെ ഇട്ടുകൊടുക്കും. അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിൽ. മേരി നന്ദയുടെ മരണം കൊലപാതകമാണോ, അതോ ആത്മഹത്യയാണോ, അതോ ആക്സിഡന്റൽ ഡെത്താണോ, ലാസ്റ്റ് ഇത് മഹബൂദ് ഇബ്രാഹിമിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആളുടെ ഒരു തിരോധാനവും അവസാനം വരുന്നുണ്ട്, ആൾക്ക് ഈ മരണത്തിൽ പങ്കുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വായനക്കാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കാണോ, അതോ മാമിന്റെ മനസ്സിൽ അതിനായിട്ടുള്ള ഒരു ഉത്തരം പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അതെ, നമ്മള് ചില കാര്യങ്ങൾക്ക് നമ്മള് എന്താ നമ്മുടെ മനസ്സിലുള്ളതിനെ അവിടെ വെച്ച് ബാക്കി വായനക്കാരിലേക്ക് കൊടുക്കായിരിക്കും നല്ലത് എന്ന് തോന്നി. ഞാൻ ഈ ജനുവരിയിൽ എഴുതിയൊരു കഥയുണ്ടായിരുന്നു, ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു വന്നതാണ്. അപ്പൊ അതില് ഒരു ഫോൺ കോളിൽ ഞാൻ ആ കഥ നിർത്തുകയാണ് ചെയ്തത്. അതിനെ തുടർച്ചയായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പേജും കൂടെ എത്തിക്കാമായിരുന്നു. ഞാൻ എത്തിക്കുകയും ചെയ്തു, പക്ഷെ എഡിറ്റർ അത് സ്വീകരിച്ചില്ല. എഡിറ്റർ പറഞ്ഞു ആ ഫോൺ കോൾ വരെ മതി കഥ, അതിൽ എല്ലാം പറയുന്നുണ്ട്, വായനക്കാർക്കും കൂടെ കുറച്ച് പങ്കുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മള് ഒരു അവസാനം അല്ലെങ്കിൽ ഒരു നോവലിന്റെ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതവിടെ തീരില്ല.